കുനാഫ. ഇന്ന് നമുക്ക് സേമിയ ഉപയോഗിച്ച് നല്ല സിമ്പിളായിട്ട് കുനാഫ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം അത് പെട്ടെന്ന് തന്നെ കുറുകി വരും കോൺഫ്ലവറൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് അല്പം വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിർബന്ധം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് കുറുകിയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂട് തടയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് വേണ്ട സേമിയ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത സേമിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വറുക്കാത്ത സേമിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ സേമിയയുടെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ബട്ടർ ആവട്ടെ. അപ്പോൾ നമ്മളിത് ആ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് തിക്കായിട്ടുണ്ട് കേട്ടോ ചൂട് തണിഞ്ഞപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ക്രീം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. ആ കുനാഫയിൽ ആ ചീസിൻ്റെ ചെറിയൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മളിതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, അതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇതേപോലത്തെ ഒരു തവിയിലാണ് കേട്ടോ കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന സേമിയയുടെ പകുതി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ കുനാഫ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ പകുതി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ടും അതിൻ്റെ മുകളിൽ സേമിയ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഏതെങ്കിലും ഒരു ബേക്കിംഗ് പാത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിലോ കുക്കറിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാറുണ്ടല്ലോ കേക്കൊക്കെ, അതേപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തവിയിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള സേമിയയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് ഒരു 4 മിനിറ്റ് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഇവിടെ 4 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ, ഇത് പൊട്ടിപ്പോകരുത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് ഈ തവിയിൽ നിന്ന് വേറൊരു വലിയ തവിയിലേക്കാണ് മാറ്റി കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡും ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ സാധാരണ ബേക്ക് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട. ആ പാത്രത്തിൽ കിടന്നിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിക്കോളും. നമ്മളിവിടെ തവി ഉപയോഗിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആകണ്ട കേട്ടോ, അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കുറച്ച് വെള്ളം പോലെ തന്നെയാണ് സിറപ്പ് വേണ്ടത്. ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുനാഫയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂട് തണിയരുത് കേട്ടോ, ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, എങ്കിലേ നമ്മളെ കുനാഫ നല്ല സോഫ്റ്റ് ആയിട്ടും
നല്ല മധുരത്തിലൊക്കെ ഇരിക്കുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിസ്ത ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം. നമ്മളിത് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നല്ല സിമ്പിളായിട്ട് കുനാഫ നമുക്ക് സേമിയയും പാലും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്